പറയുന്നത് മീനിങ് ഫുൾ ലേണിംഗ് ആണ്. അതായത് ബൈ ഹാർട്ട് പഠിക്കുക അല്ലെങ്കിൽ റോട്ട് ലേണിംഗ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് അത് എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഓക്കെ ബൈ ഹാർട്ട് പഠിക്കലൊക്കെ നമുക്ക് എല്ലാത്തിലൊന്നും പറ്റുമൊന്നുമില്ല, അപ്പോൾ പിന്നെ എങ്ങനെയാണ് പഠിക്കുക നോക്കിക്കേ. അതിൽ നമ്മൾ നല്ല മീനിങ് ഫുൾ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം മീനിങ് ഫുൾ ലേണിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ meaningful learning requires learners who are actively engaged in a meaningful task in which they manipulate objects and parameters of the environment they are working in. അപ്പോൾ എന്താ പറയുന്നത്, മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാണാപ്പാഠം പഠിക്കുകയല്ല, ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സ്വയം അതിൽ എൻഗേജ്ഡ് ആയിട്ട് അതെന്താണ് അതെങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്താണ് അർത്ഥം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതിനെയാണ് മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി മീനിങ് ഫുൾ ലേണിംഗ് refers to the process of understanding and internalizing new information by connecting it to existing knowledge. അപ്പോൾ റോട്ട് ലേണിങ്ങിൽ നമ്മൾ പറഞ്ഞു റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നു, പഴയ നോളേജുമായിട്ടും ബന്ധമില്ല, പുതിയ നോളേജുമായിട്ടും വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ മീനിങ് ഫുൾ ലേണിംഗ് എങ്ങനെയാണ്, ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണോ പഴയ നോളേജ് നമ്മുടെ കയ്യിലുള്ളത് അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് എക്സിസ്റ്റിംഗ് നോളേജുമായിട്ട് ന്യൂ നോളേജിനെ നമ്മൾ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ദിസ് അപ്രോച്ച് എംഫസൈസസ് കോംപ്രിഹെൻഷൻ rather than rote memorization, allowing learners to relate concept to real world situations. അപ്പോൾ എന്താണ് മറ്റേ മെമ്മറൈസേഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്, പുതിയ നോളേജുമായിട്ട് കണക്ഷൻ ഇല്ല, അതേപോലെ റിയൽ വേൾഡുമായിട്ടൊന്നും ഒരു തരത്തിലും നമ്മൾ അതിനെ അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷേ മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത് കോംപ്രിഹെൻഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരാൾ ഒരു നോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അത് നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസ് റിയൽ വേൾഡ് സിറ്റുവേഷൻസുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, അതെല്ലാമാണ് നമ്മൾ മീനിങ് ഫുൾ ലേണിങ്ങിൽ പറയുന്നത്. ദെൻ ആസ് എ റിസൾട്ട് മീനിങ് ഫുൾ ലേണിംഗ് ഫോസ്റ്റേഴ്സ് deeper understanding, retention and the ability to apply knowledge in practical context. അപ്പോൾ എന്താണ്, പുതിയ നോളേജിനെയും പഴയ നോളേജിനെയൊക്കെ കണക്ട് ചെയ്ത് ഒരു ന്യൂ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നറിയുന്ന ഒരാൾക്ക് അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആണ് വരുന്നത്. മാത്രമല്ല അങ്ങനെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്ന കാര്യങ്ങൾ കുറേ കാലത്തേക്ക് ഒരു ലോങ് ടേം മെമ്മറൈസേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് അത് പോകും. അതുമല്ല പുതിയ ഇനി ഇതൊന്നും അല്ലാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താ, കണക്ഷൻ ടു പ്രയർ നോളേജ്, പഴയ നോളേജുമായിട്ട് പുതിയ നോളേജിനെ നമ്മൾ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ഒരു പക്ഷി പറന്നു പോകുന്നത് എന്നിങ്ങനെ പക്ഷികൾ പറന്നു പോകുന്നത് കാണുക എന്ന് വിചാരിക്കുക. അപ്പോൾ കുട്ടിക്ക് അറിയാം പക്ഷി പറന്നു പോകും എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി പിന്നെ ഒരു ദിവസം നമ്മുടെ ആകാശത്തൊരു എയ്റോപ്ലെയിൻ പോകുന്നത് കണ്ടാലും പെട്ടെന്ന് ആ കുട്ടി കണക്ട് ചെയ്യുക എന്താണ്, അതൊരു പക്ഷി എന്നുള്ള രീതിയിലേക്കാണ് ആ കുട്ടി കണക്ട് ചെയ്യുക. സോ ചിലപ്പോൾ എന്താ പറയുക അറിയാതൊക്കെ അവർ പറയും അതാ ഒരു പക്ഷി പോകണു എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്ത് കൊടുക്കും, അത് പക്ഷിയല്ല അതൊരു എയ്റോപ്ലെയിൻ ആണ് എന്നുള്ളത്. സോ പഴയ നോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് നോളേജ് അല്ലെങ്കിൽ പ്രയർ നോളേജ് എന്ന് പറഞ്ഞാൽ പക്ഷി പറക്കുന്നു. പുതിയ നോളേജ് എന്താ കുട്ടിക്ക് കിട്ടിയത്, പക്ഷി മാത്രമല്ല എയ്റോപ്ലെയിനും പറക്കുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാണ് അവിടെ ചെയ്തത്. സോ കണക്ഷൻ ടു പ്രയർ നോളേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. Then deep comprehension focuses on understanding concept rather than memorizing fact, promoting critical thinking. എന്താ, ജസ്റ്റ് കാണാപാഠം പഠിക്കാതെ അതെന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാനുള്ള ആ ഒരു എന്താ പറയുക പ്രോസസ്സാണ് നമ്മുടെ ഈ മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് അറിഞ്ഞ് പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായി തിങ്ക് ചെയ്യാൻ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ അവിടെ ഒരുപാട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ആക്റ്റീവ് എൻഗേജ്മെൻറ്റ്. എന്താ, നമ്മളൊരു കാര്യം മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യണം, അല്ലേ? നമ്മുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അവിടെ ആവശ്യമാണ്. ഇറ്റ് ഇൻവോൾവ്സ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ. ഓക്കെ,
വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത് കണ്ടെക്ച്വൽ ലേണിംഗ് അല്ലെങ്കിൽ കണ്ടെക്ച്വൽ റെലവൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇൻഫർമേഷൻ ഈസ് പ്രസൻറ്റഡ് ഇൻ മീനിങ്ഫുൾ കണ്ടെക്സ്റ്റ് മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ ലേണേഴ്സ് ടു സീ ഇറ്റ്സ് അപ്ലിക്കേഷൻ ഇൻ റിയൽ ലൈഫ്. എന്താ, കൺസെപ്റ്റ് വൈസ് ഒരു സാധനം നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൺസെപ്റ്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ എന്ത് ചോദിച്ചാലും കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പറയാനും എഴുതാനൊക്കെ പറ്റുന്നുണ്ട്. ദെൻ integration of knowledge encourages the synthesis of ideas across different subjects or areas, fostering a holistic view of learning. എന്താ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കുക. അതായത് പല ഐഡിയാസ് നമുക്ക് കിട്ടുന്ന പല സബ്ജക്ട്സുമായിട്ട് പല സബ്ജക്റ്റിൽ നിന്നും കിട്ടുന്ന ഐഡിയാസിനെ നമ്മൾ അതിൻ്റെ റിലേഷൻസ് എല്ലാം മനസ്സിലാക്കി നമ്മൾ അതിനെ കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ബയോളജി ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻ്റർ റിലേറ്റഡ് ടോപ്പിക്സ് ഉണ്ടാവും. ഇൻ്റർ ഡിസിപ്ലിനറി ഏരിയാസ് എന്നാണ് നമ്മൾ അതിനെ പറയുക. സോ ഇങ്ങനെ ഇൻ്റർ ഡിസിപ്ലിനറി ഏരിയാസ് നമ്മൾ ചിലപ്പോൾ കെമിസ്ട്രിയിൽ കുറച്ച് ഫിസിക്സ് പഠിക്കും, ഫിസിക്സിൽ കുറച്ച് കെമിസ്ട്രി പഠിക്കും. അപ്പോൾ ഇതിനെയൊക്കെ അതിൻ്റെ റിലേഷൻസ് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, കൂട്ടിച്ചേർത്ത് അർത്ഥം മനസ്സിലാക്കി കണക്ഷൻസ് മനസ്സിലാക്കി പഠിക്കാനും മീനിങ് ഫുൾ ലേണിംഗ് വഴി നമുക്ക് പറ്റുന്നുണ്ട്.